ഹായ് കൂട്ടുകാരെ, ഇന്നൊരു ഒരു നാടൻ കറിയാട്ടോ. ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കായും വെക്കണത് കേട്ടോ. അപ്പോൾ ചക്കക്കുരു ഒരുക്കി ശരിക്കും ഈ 3 സാധനവും എനിക്ക് കിട്ടിയതാട്ടോ ഓരോ സ്ഥലത്തുനിന്ന്. അപ്പോൾ ചക്കക്കുരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളവും വെച്ചിട്ട് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്യണം. പിന്നെ മുരിങ്ങക്ക അതുപോലെ 2ആയിട്ട് കീറി ഇടുന്നുണ്ട്. പിന്നെ അതേ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒറ്റ വിസിൽ വന്നപ്പോഴത്തേക്കും ചക്കക്കുരു നല്ല വെന്ത് നല്ല ചക്കക്കുരു ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് വെന്തു. പിന്നെ അതിലോട്ട് അരിഞ്ഞു വെച്ചേക്കണം മുരിങ്ങക്കായ ഇട്ടു. പിന്നെ മാങ്ങയും ഇട്ടു. ചെമ്മീനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. ചെമ്മീൻ കിട്ടിയില്ല. മാങ്ങ ഇട്ടു. പിന്നെ പച്ചമുളകും ഇട്ടു കേട്ടോ. ഇത് എരിവ് കുറവായിരുന്നു, പച്ചമുളകായിരുന്നു കേട്ടോ. 3-4 പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞിട്ടായിരുന്നു. പിന്നെ ഞാൻ തേങ്ങ അരച്ചപ്പോൾ കാന്താരി മുളകും കൂടെ ചേർത്തായിട്ട് അരച്ചേ. അപ്പോൾ കുറച്ച് നല്ല എരിവ് കിട്ടുമല്ലോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു. പിന്നെ അത് അടപ്പത്ത് വെച്ച് ശരിക്കും വേവാൻ വേണ്ടിയിട്ട് വെച്ചു. വിസിലൊന്ന് പിന്നെ വെയിറ്റ് ഒന്നും ഇടണ്ട, ചുമ്മാ മൂടി വെച്ച് തന്നെ അത് വേവിച്ചു. പിന്നെ തേങ്ങ അരച്ച് മുളകും കാന്താരി മുളകും തേങ്ങായും കൂടി നന്നായിട്ട് അരച്ച് വെച്ചാട്ടോ അതും കൂടെ ചേർത്തു വാങ്ങി വെച്ചു. പിന്നെ ഒന്ന് കടുക് താളിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചിട്ട് പിന്നെ ഞാനൊരു നുള്ളു ഉലുവയും കൂടെ ഇട്ടായിരുന്നു കേട്ടോ. ഉലുവ ഇട്ട നല്ല ടേസ്റ്റ് അതിന്. പിന്നെ 2 വറ്റൽമുളകും പൊട്ടിച്ചിട്ടു. പിന്നെ ഉള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് താളിക്കാൻ ഉള്ള സാധനങ്ങളെല്ലാം ചേർത്തു. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. നല്ല നല്ലോണം മൊരിഞ്ഞ് വന്നോട്ടെ, എന്നാലും ആ താളിച്ചതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നേരത്തെ ഞാൻ ഇങ്ങനെയൊക്കെ അരിഞ്ഞ് അപ്പം മൂപ്പിച്ച് മൊരിയണയ്ക്ക് മുമ്പ് തന്നെ ഞാൻ വാങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ ലേശം മുളക് പൊടി ഇട്ടു ഒരു കളറിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. നല്ല അടിപൊളി നല്ല കറിയായിട്ട് ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായ ചെമ്മീനും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട്